വന്നില്ലേ? വന്നു സാർ. വരാൻ പറയൂ. സാറ് വിളിക്കുന്നു. ക്ഷണിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നോ? എന്താ താമസേ? ചോദിച്ചിട്ടില്ലേ എന്താ താമസെന്ന്? വീട്ടിൽ നിന്ന് പോരാൻ കുറച്ച് വൈകിയെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കണം. ഇത് സർക്കാർ ഓഫീസാണ്. അണിഞ്ഞൊരുങ്ങി എപ്പോഴെങ്കിലും ഇങ്ങോട്ടാ പോരാ. കൃത്യസമയത്ത് ഉദ്യോഗം ഭരിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. ഇന്നിന് നിങ്ങൾ ജോലി ചെയ്യണ്ട, ലീവ് എഴുതി കൊടുത്തിട്ട് പോകും. ലേറ്റ് മാർക്ക് ചെയ്താൽ മതിയെന്ന് സൂപ്രണ്ട് പറഞ്ഞത്. അത് സൂപ്രണ്ടല്ല നിശ്ചയിക്കേണ്ടത്. പോണം, പോയി ലീവ് എഴുതി കൊടുത്തിട്ട് പൊയ്ക്കോളൂ. കരച്ചിലൊക്കെ വീട്ടിൽ ചെന്നിട്ട് മതി. ഇവിടെ വന്ന് നിങ്ങൾ ആരുമില്ല. പോണം. എന്താ സാർ നോക്കുന്നത്? മേശയുടെ താക്കോല് കാണുന്നില്ല. കാപ്പ് കുടിച്ചപ്പം വീട്ടിലെ ഡൈനിങ് ടേബിൾ വെച്ചെന്ന് തോന്നുന്നു. ഞാൻ പോയി നോക്കിയിട്ട് വരാം. സബോള വട്ടത്തിലരിയോ? വട്ടത്തിലരിഞ്ഞാലും നീളത്തിലരിഞ്ഞാലും എന്താ ഗീത കുഞ്ഞ വ്യത്യാസം? സവാള സവാള തന്നെയല്ലേ? ഓരോ കറിക്കും ഓരോ രീതിയിലാണ് അരിയേണ്ടത്. അതാണ് അതിന്റെ ചിട്ട. ആഹാ, വട്ടത്തിലേക്ക് വട്ടത്തിൽ. ഗീതകുഞ്ഞ്, കുഞ്ഞിന്റെ ചാപ്സ് ഉണ്ടല്ലോ, ചാറ് പോലും കളയാതെ മുഴുവൻ സാറ് കഴിച്ചു. ഒരു എല്ല് പോലും എനിക്ക് കിട്ടിയില്ല. നിങ്ങൾ കാരണം എന്റെ ജോലി പോകുന്ന തോന്നുന്നത്. അയ്യോ, അതെന്താ കുഞ്ഞ്? തനിക്ക് ചാപ്സും മൂളിയൊക്കെ ഉണ്ടാക്കി തന്നിട്ട് ഞാൻ ഓഫീസ് ചെന്നപ്പോ താമസിച്ചു പോയി. അന്ന് എന്നെ കൊണ്ട് ലീവ് എടുപ്പിച്ച് പറഞ്ഞു വിട്ടു. ഇന്നെന്താവും എന്തോ. കുഞ്ഞിനൊരു ദോഷവും വരില്ല. പാവപ്പെട്ട എന്റെ അമ്മയും സഹോദരിമാരും കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കും. ആ, വേഗാട്ടെ. വട്ടത്തിലരിഞ്ഞു. എന്താ വന്നു സാറേ? സവാള സവാള. നിൽക്കൂ. ക്ഷമിക്കണം. ക്ഷമിക്കില്ലേ? ഗീത ഉണ്ടാക്കി തന്ന സ്വാദുള്ള ഭക്ഷണവും കഴിച്ചുകൊണ്ട് ഞാൻ ഗീതയെ അധിക്ഷേപിച്ചു, ശകാരിച്ചു. ദുഃഖമുണ്ട്. ക്ഷമിക്കും. പിന്നെ വിശദീകരണം ഒന്നും വേണ്ട, എല്ലാം മനസ്സിലായി. അല്പം താമസിച്ചാണെങ്കിലും. ഇത് നീ ഭയങ്കരമായി എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. പൊയ്ക്കോളൂ. ഞാൻ പോകുന്നു സാർ. ഇത് അടുക്കളയുടെ താക്കോൽ. ഈ ഫിഷ് മോളിയും മട്ടൺ ചോപ്സും ഉണ്ടാക്കുന്ന എങ്ങനെയാന്നാ പറഞ്ഞേ? ശവത്തി കുത്തരുത് സാർ. മടങ്ങിയവനെ മടലൊടിച്ചടിക്കുന്നത് ദൈവദോഷമാണ് സാർ. താനെ വിട്ടിയാക്കി അല്ലേ? തന്നെ അങ്ങനെ വെറുതെ വിടാൻ നിശ്ചയിച്ചിട്ടില്ല. അയ്യോ, എന്നെ പോലീസിൽ എത്തിക്കല്ലേ സാർ. ഒരു കുടുംബം വഴിയാകാരമായി പോകും സാർ. കേടാത്ത സാർ, അയ്യോ പറഞ്ഞു കൊടുത്തിരിക്കും മോളെ. അല്ലെങ്കിൽ പിന്നെ ആ സമയത്ത് കയറി വരേണ്ട കാര്യമുണ്ടോ? എങ്ങനെയായാലും എല്ലാ വിവരങ്ങളും സാർ അറിഞ്ഞു. സോണിന്റെ പണി പോയത് തന്നെ. നമ്മൾ ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്തിട്ട് അത് പ്രയോജനപ്പെടാതെ പോയല്ലോ മോളെ. അമ്മച്ചി,
അമ്മജി, ഗുരുവായൂരപ്പൻ രക്ഷിച്ചു. ഗീതക്കുഞ്ഞെ രക്ഷപ്പെട്ടു. പിടിച്ച് പോലീസിൽ എത്തിക്കുമെന്നാ ഞാൻ വിചാരിച്ചത്. എന്നിട്ടിപ്പോ എന്തുണ്ടായി? എന്തുണ്ടാകാൻ, വെക്കേഷൻ പാർട്ടി തിരിച്ചു വരുന്നവരെ സർവീസ് തുറന്നോളാം ഉത്തരവായി. കുഞ്ഞിന്റെ കറിയുടെ രക്ഷപ്പെട്ടെന്ന് പറമോനെ. എല്ലാ അമ്മച്ചിയുടെയും ഗീതക്കുഞ്ഞിന്റെയും സന്മനസ്സുകൊണ്ടാ. ഒരു സഹായം കൂടി ചെയ്തു തരണം. അത് ബുദ്ധിമുട്ടാകുമോ എന്ന് ചോദിച്ചുകൊണ്ട് ചെല്ലാനാണ് സാറിനെ വിട്ടിരിക്കുന്നത്. ഇനിയെന്ത് സഹായമാ? പാചകം അറിഞ്ഞുകൂടാത്ത ഞാൻ വെറും ഒരു തീറ്റിപ്പണ്ടമായിട്ട് ഇനി അവിടെ കഴിയുന്നത് ശരിയാണോ? അതുകൊണ്ട് ഇന്നു മുതൽ ചോറ് മാത്രം ഞാൻ അവിടെ വെക്കുന്നു, കറി ഇവിടെയും. ബുദ്ധിമുട്ടാകുമോ? ബുദ്ധിമുട്ടാകും. എന്ത് ബുദ്ധിമുട്ട്? നമ്മൾ ഏതായാലും ഇവിടെ കറി വെക്കുന്നില്ലേ? അക്കൂട്ടത്തിൽ ഒരല്പം കറി അങ്ങോട്ടും തരുന്നു. കൊണ്ടുവരണ്ട, ഞാൻ ഇങ്ങോട്ടൊന്ന് വാങ്ങിച്ചോണ്ട് വെച്ചോളാം. ബുദ്ധിമുട്ട് തീർന്നില്ലേ? വേണ്ട വേണ്ട, അതിലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാ. അതൊന്നും സാരമില്ല മോളെ. ഒന്നുമില്ലേലും നിന്റെ മേലുദ്യോഗസ്ഥനല്ലേ, പറഞ്ഞു വെച്ചിട്ട് പറ്റില്ല എന്ന് പറയുന്നത് ശരിയാണോ? എന്നാലും അത് വേണോ അപ്പച്ചി? അത് തെറ്റൊന്നുമില്ല മോളെ. നമുക്ക് അവരുമായി ബന്ധമൊന്നുമില്ലേലും അയൽക്കാരാ. കറി ഇവിടെ ഉണ്ടാക്കിക്കൊള്ളാമെന്ന് പറഞ്ഞേക്കും മോനെ. ഗുരുവായൂരപ്പാ, ആ കടമ്പയും കടന്നു കിട്ടി. മോളെ, വേഗം അടുക്കളയിലോട്ട് ചെല്ലേ. ശരി അപ്പച്ചി. സാറിന് ഇഷ്ടമുള്ള കറികളൊക്കെ കുഞ്ഞിന് പ്രത്യേകം വെച്ചിട്ടുണ്ട്. വേഗം വിളമ്പട, വിശക്കുന്നു. കാര്യം ചോദിച്ചോട്ടെ? അറിയാതെ ആഹാരം ഉണ്ടാക്കി തന്നു ഇതുവരെ. ഇനി അങ്ങോട്ട് എല്ലാവരും അറിഞ്ഞുകൊണ്ടായിക്കൂടെ ജീവിതാവസാനം വരെ? ഞാൻ ചോദിച്ചതിന്റെ അർത്ഥം മനസ്സിലായിരിക്കുമെന്ന് കരുതുന്നു. വിരോധമില്ലെങ്കിൽ എല്ലാ വിവരങ്ങളും അപ്പച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട്. നീ വിചാരിക്കുന്ന പോലല്ല ഗീത എന്റെ അമ്മ. അവർ സ്നേഹസമ്പന്നയാണ്. എന്നാലും ഈ ബന്ധം അമ്മ ഇഷ്ടപ്പെടുന്നു എന്നാണ് എന്റെ പേടി. ഒന്നും പേടിക്കണ്ട. അല്പം എടുത്തയാറ്റം ഉണ്ടെന്നല്ലാതെ അവരാരെയും നൊമ്പരപ്പെടുത്താറില്ല. ഞാനൊരു പാവപ്പെട്ട അധ്യാപകന്റെ മോളാണ്. നിങ്ങളെപ്പോലുള്ള പണവും പദവിയും ഞങ്ങൾക്കില്ല. ആ നിലയ്ക്ക് നമ്മളുടെ ഈ ബന്ധം അമ്മ എതിർത്താലോ? എന്നെ വേദനിപ്പിക്കുന്നതൊന്നും അമ്മ ചെയ്യില്ല. എന്റെ കണ്ണൊന്ന് നിറഞ്ഞാൽ അവരാകെ അസ്വസ്ഥയാവും. പണ്ടൊരിക്കൽ എനിക്ക് ടൈഫോയിഡ് വന്നു. ആശുപത്രി പേവാർഡിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടും അമ്മ സമ്മതിച്ചില്ല. അമ്മ അവധിയെടുത്ത് രാപ്പകൽ എന്റെ കട്ടിലിനരികിലിരുന്ന് എന്നെ ശുശ്രൂഷിച്ചു.
വിളിച്ച് നോർമൽ ആയതിനു ശേഷമാണ് അമ്മ കോർട്ടിൽ പോയത്. അത് പെറ്റമ്മയ്ക്ക് മകനോടുള്ള സ്നേഹം പാവപ്പെട്ട എന്നോടത് ഉണ്ടാവണമെന്നുണ്ടോ? അക്കാര്യത്തിൽ നീ സംശയിക്കുക വേണ്ട. അമ്മ വന്നു കഴിഞ്ഞ് ഞാൻ നേരിട്ട് ഈ വിവരം പറയും. അമ്മ നിന്നെ വിളിപ്പിക്കും. ഞാൻ തെളിവ് വധു അനുരൂപയാണെന്ന് അവർക്ക് ബോധ്യമാവും. നിന്റെ അച്ഛനെ വിളിപ്പിക്കും. അങ്ങനെ മംഗളമായി നമ്മുടെ വിവാഹം നടക്കും. ഈശ്വരൻ നമ്മുടെ ആഗ്രഹം സാധിച്ചു തന്നെങ്കിൽ തീർച്ചയായും സാധിച്ചു തരും. നിങ്ങളിത് എവിടെ പോയി? ഞങ്ങൾ വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതമ്മേ. കൊള്ള, ഈ റബ്ബർ തോട്ടത്തിൽ കൂടെ നടന്നാൽ കുഞ്ഞിന്റെ കാലിൽ തോട്ടപ്പുഴു കടിക്കില്ലേ ഉണ്ണി? അവള് ചെരുപ്പിട്ടിട്ടുണ്ടമ്മേ. തോന്നില്ലേ? ചെരുപ്പിട്ടിട്ടുണ്ടെങ്കിലും തോട്ടപ്പുഴു കടിക്കും ഇല്ലേ? ഓ, കടിക്കും കടിക്കും. ആ മോളെ, നീ വേഗം കൊണ്ടുപോയി അവളുടെ കാല് ചൂടുവെള്ളത്തിൽ കഴുകൂ. ഉണ്ണി ഇവിടെ വരൂ. ഓ, ഇരിക്കൂ. ഐ വാസ് വെയിറ്റിംഗ് ഫോർ യു. എന്താമ്മേ? ബാലന്റെ വിവാഹ കാര്യത്തെ പറ്റി എനിക്കല്പം സംസാരിക്കാനുണ്ട്. തമ്പി, തമ്പി ഇല്ലേ അവിടെ? ഞാനിവിടെ ഉണ്ടല്ലോ. ആ, ഇവിടെ വരൂ. നിങ്ങൾ അവിടെ ഇരി മനുഷ്യ. ഒന്ന് ക്ഷമിച്ചു കള രാജലക്ഷ്മി. ഒന്നുമില്ലെങ്കിൽ അവർ ഒത്തിരി ആളുകളെ തൂക്കിക്കൊന്നിട്ടുള്ളതല്ലേ? അതിനെ നിങ്ങളെ അവരൊപ്പം അങ്ങനെ തൂക്കി കൊല്ലണ്ട. ഓ, അതിന് നീ ഉണ്ടല്ലോ. ആ, തമ്പി ഇരിക്കൂ. സുലോചനയുടെ കോളേജ് തുറക്കാറായി. ബിന്ദുമോളെ നഴ്സറി സ്കൂളിലും ചേർക്കണം. അതുകൊണ്ട് ഞങ്ങൾ അടുത്ത ഞായറാഴ്ച പോവും. നമ്മൾ പറഞ്ഞ കാര്യം കല്യാണ കാര്യമല്ലേ, അതേക്കുറിച്ച് ഞങ്ങൾ ഇപ്പൊ സംസാരിച്ചതേ ഉള്ളൂ. ഞങ്ങൾക്ക് പൂർണ്ണ സമ്മതമാണമ്മേ. എങ്കിൽ കല്യാണം നടന്നതുപോലെ അങ്ങ് കരുതുക. അടുത്ത ആഴ്ച ഉണ്ണികൃഷ്ണൻ വരുമ്പോൾ ഞാൻ ബാലനെ ഇങ്ങോട്ട് അയക്കാം. പെണ്ണും ചെറുക്കനുമായിട്ടൊന്ന് സംസാരിച്ചോട്ടെ. അതൊരു നല്ല കാര്യമാണ്. ബാലൻ കൊച്ചു കുഞ്ഞൊന്നുമല്ലല്ലോ. അത്രയും സ്വാതന്ത്ര്യമെങ്കിലും അവന് കൊടുക്കണം അമ്മേ. ഞാനെന്ന് തീരുമാനിച്ചാൽ അവൻ അതിൽ നിന്ന് അണുവിടെ മാറില്ല. എന്തായാലും കല്യാണ കാര്യമല്ലേ, അവര് തമ്മിലൊന്ന് കാണുന്നത് നല്ലതാ. ഓൾ റൈറ്റ്. ഞായറാഴ്ച ഞങ്ങൾ പുറപ്പെടുന്ന വിവരത്തിന് ബാലൻ ഒന്ന് ഫോൺ ചെയ്തേക്കൂ. ശരി, ഇപ്പൊ തന്നെ ചെയ്തേക്കാം. ഞാൻ ഫോൺ ചെയ്യാം. ഞാൻ ചെയ്തോളാന്ന്. ഉണ്ണി, ഇവിടെ ഇരിക്കൂ. ദാ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും. അരി ഇട്ടതൊക്കെ മതി, അമ്മ വരുന്നുണ്ട്. ഇന്നല്ല, അടുത്ത ഞായറാഴ്ച. ആശ്വാസം. അതുവരെ നിൽക്കാമല്ലോ. വേണ്ട വേണ്ട, ഇപ്പോഴേ പോയിക്കോളൂ. എന്റെ ഫ്രണ്ടിന് കൊടുക്കാൻ ഞാൻ തനിക്കൊരു കത്ത് തരാം. അതുകൊണ്ട് ഒന്ന് കൊടുത്താൽ അയാളുടെ കമ്പനി തനിക്കൊരു ജോലി വരും. ഓക്കെ? ഭഗവാനെ, ഗുരുവായൂരപ്പാ, കലിയുഗത്തിലെ പ്രത്യക്ഷ. പ്രാർത്ഥനയൊക്കെ പിന്നെ. ഇവിടെ എല്ലാം ഉടനെ ക്ലീൻ ചെയ്ത് പഴയതുപോലെ ആക്കണം. അമ്മ ഒന്ന് നോക്കിയാൽ ഒരു സംശയം തോന്നരുത്. എന്നിട്ട് ഉടനെ സ്ഥലം വിട്ടോണം. അമ്മ വരുന്നു എന്നറിഞ്ഞപ്പോ ഗീതയ്ക്ക് ഭയം തോന്നുന്നുണ്ടോ? ഭയമല്ല, എന്തോ ഒരു കുറ്റബോധം പോലെ. കുറ്റബോധമോ? എന്തിന്? അടുക്കള കയറിയല്ലേ പ്രേമിച്ചു കളഞ്ഞത്. അത് ശരിയാ, അടുക്കള പ്രേമം എന്ന് വേണേ പറയാം. ടെനോയും കൂട്ടത്തിലുണ്ടല്ലോ. പാലങ്ങളുടെ ഉറപ്പ് നോക്കാൻ ഇറങ്ങിയതായിരിക്കും. ഗസ്റ്റ് ഹൗസിലേക്ക് പോകണ്ട, ഏതെങ്കിലും ഹോട്ടലിൽ പോകുന്നതാണ് നല്ലത്. എഞ്ചിനീയർമാരും കോൺട്രാക്ടർമാരും സഹകരിച്ച് കഴിയണമെന്നുള്ള അഭിപ്രായക്കാരനല്ലേ സാറ്. ടെനോയുടെ കാര്യത്തിലും നമുക്കൊന്ന് സഹകരിച്ചുകൂടെ? കാറിയിരുന്നോ?
കൊച്ചമ്മ വന്നോ? ആ വന്നു. ചതിച്ചോ? പേടിക്കണ്ട, അമ്മ വന്നിട്ടില്ല. ഭഗവാനെ രക്ഷപ്പെട്ടു. ഈശ്വരമുള്ള ചേരൻ വരാൻ എന്താ ഇത്ര താമസിച്ചേ? എന്റെ പൊന്നു കുഞ്ഞെ, എഴുത്ത് വരുമ്പോ ഞാൻ വീട്ടിലില്ലായിരുന്നു, അതുകൊണ്ടാണ് വൈകി പോയത്. ആ, അമ്മ ഇന്നെപ്പോഴെങ്കിലും വരും. ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്ത് കുഴപ്പം? അല്ല, സാധനങ്ങളെല്ലാം ഇരുന്നോടത്ത് തന്നെ ഇരിപ്പുണ്ടല്ലോ. അതൊക്കെ പിന്നെ ആര് കൊണ്ടുപോകാൻ? പേടി കൊണ്ട് ചോദിച്ചു പോയതാണ് കുഞ്ഞെ. അല്ല, ഈ സീറ്റുകൊണ്ടെല്ലാം ഇവിടെ ഇട്ടതാരാ? വന്നു കയറുമ്പോ ഇത് കണ്ടാ മതി, എന്റെ കച്ചവടം ഒതുക്കിയത് തന്നെ. അയ്യോ, അമ്മ വരുന്നുണ്ട്. ഭഗവാനെ ചതിച്ചു. അയ്യോ, എന്റെ പോക്കറ്റിലിട്ടില്ല. എന്റെ കുറെ എവിടെ? അയ്യോ, എല്ലാരും വന്നോ? ഈശ്വരല്ലേ, അമ്മ വന്നു. ആ, എന്തൊക്കെയാ ഈശ്വരപ്പിള്ള വിശേഷങ്ങൾ? ഉത്തരവ് വിശേഷങ്ങളായിട്ട് അങ്ങനെ വിശേഷങ്ങളൊന്നുമില്ല. യാത്രയൊക്കെ രസമായിരുന്നു. ഹോട്ടലിലെ ശാപ്പാടൊക്കെ എങ്ങനെയായിരുന്നു ബാല? പരമസുഖമായിരുന്നു. സുഖമോ? സുഖം എന്ന് വെച്ചാ പിന്നെ വയറ്റിളക്കം പിടിച്ച് നാശമായി പോയി. ബാല, ബിന്ദുവിനെ നഴ്സറിയിൽ ചേർത്തോ? അത് ഞാൻ ചോദിക്കാമല്ലോ. ബാല, ബിന്ദുവിനെ നഴ്സറിയിൽ ചേർത്തോ? അമ്മ ഫോൺ ചെയ്ത് അന്ന് തന്നെ ആ ജോലി തീർത്തു. ഗുഡ്. ഇതൊക്കെ തുടച്ചിട്ട് ഒരുപാട് ദിവസമായി തോന്നുന്നില്ലേ ഈശ്വരപ്പിള്ളേ? ഉത്തരവ് കാലത്തും വൈകിട്ടും തുടക്കുന്നുണ്ടായിരുന്നേ. ഉത്തരവ്, ഈ അടുക്കളയിൽ പാചകം ചെയ്ത ലക്ഷണമുണ്ടല്ലോ. അത് ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ഞങ്ങൾ ഓരോ കാപ്പി ഉണ്ടാക്കി കുടിക്കുമായിരുന്നു. കടയിലെ കാപ്പി എന്ന് പറഞ്ഞാൽ കഷായമല്ലേ കൊച്ചമ്മേ? കഷായം. കാപ്പി മാത്രമല്ലല്ലോ ഈശ്വരപ്പിള്ളേ, ഇവിടെ വേറെന്തൊക്കെയോ കൂടി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ആ, നമ്മൾ 1-2 ദിവസം കഞ്ഞി വെച്ചല്ലോ. അതെ, കഞ്ഞിക്കറി. എനിക്ക് വയറ്റിൽ അസുഖം ഉണ്ടായപ്പോ മറന്നു. അതെ, ഈശ്വരമുള്ള ആ കാര്യം അങ്ങ് മറന്നുപോയി. ശരി ശരി, ഈശ്വരപ്പിള്ള ഗോമതിയുടെ വീട്ടിൽ ചെന്ന് ജോലിക്ക് വരാൻ പറഞ്ഞേക്കൂ. ഉത്തരവ്. കുഞ്ഞെ, ഇവിടെ എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്? അതൊന്നും സാരമില്ല ഈശ്വരമുള്ള ചേട്ടാ. കുഞ്ഞിനെ എന്നെ ഏൽപ്പിച്ചിട്ടാ കൊച്ചമ്മ പോയത്. അതെയോ? പിന്നല്ലേ. എന്നിട്ട് ഈശ്വരമുള്ള ചേട്ടൻ എവിടെയായിരുന്നു? എന്റെ പൊന്നു കുഞ്ഞെ ചതിക്കല്ലേ. കൊച്ചമ്മ ഈ വിവരം അറിഞ്ഞ എന്റെ ആഫീസ് കൂട്ടും. അതൊന്നും കുഴപ്പമില്ല. പാല് വേണ്ട, എനിക്ക് വയറ്റിന് നല്ല സുഖമില്ല.
സുമതി എന്താ ഇന്നലെ വരാഞ്ഞത്? പനിയായിരുന്നു കൊച്ചമ്മേ. ഞാൻ ചെല്ലുമ്പോ കിടപ്പായിരുന്നേ. ഈശ്വരപിള്ളേ, ഉത്തരവ്. അപ്പുറത്തെ വീട്ടിൽ ഏതാ ഒരു പെൺകുട്ടി? അത് നമ്മുടെ അമ്മു. അവൾ കൊച്ചുകുട്ടിയല്ലേ? ഇത് വേറെ ഒരുത്തി. അത് ഏതൊരുത്തി? അമ്മുവിനെ കൂടാതെ അവിടെ വേറൊരു പെൺകുട്ടി ഉണ്ടോ? പിന്നെ ഇല്ലേ? അതാര്? മീനാക്ഷി അമ്മ. അതല്ല ചോദിച്ചത്, വേറെ ഏതെങ്കിലും പെൺകുട്ടി അവിടെ ഉണ്ടോന്ന്. ഈശ്വരങ്ങളെ കണ്ടിട്ടില്ലേ?